പട്ടിത്തറ പഞ്ചായത്തിലെ അരീക്കാട് വെളരച്ചോല പാലത്തിനോട് ചേർന്ന് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഫണ്ട് വകയിരുത്താൻ ഗ്രാമപഞ്ചായത്തിന് സാധ്യമല്ലെന്ന് പ്രസിഡന്റ് പി ബാലൻ. വിഷയമുന്നയിച്ച് സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ എം.പി. രാജേഷിനും ജില്ലാ പഞ്ചായത്ത് അധികൃതർക്കും കത്ത് നൽകിയിട്ടുണ്ടെന്നും പി ബാലൻ NCV ന്യൂസിനോട് പ്രതികരിച്ചു. കുളത്തിനോട് ചേർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നിരുന്നു. അടുത്തിടെ പെയ്ത മഴയിൽ കൂടുതൽ ഭാഗങ്ങളും ഇടിഞ്ഞു വീണു. വെളരച്ചോല പാലവും സംരക്ഷണ ഭിത്തിയും ഏതാണ്ട് 40 വർഷം മുൻപ് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. കാലപ്പഴക്കം ചെന്ന പാലവും സുമാർ 50 മീറ്ററോളം റോഡിന്റെ സൈഡ് ഭിത്തിയും ഉടൻ പുനർനിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്കും വഴിവെച്ചേക്കുമെന്ന അവസ്ഥയാണിപ്പോൾ. ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു. സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് അധികൃതരും അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഏതാണ്ട് 18 ലക്ഷം രൂപയാണ് സംരക്ഷണ ഭിത്തി കെട്ടാൻ ആവശ്യമായി വരുന്ന തുക. എന്നാൽ ഇത്രയും വലിയ തുക പഞ്ചായത്തിന് വകയിരുത്താൻ സാധ്യമല്ലെന്നാണ് പറയുന്നത്. ഇത് അടിയന്തരമായി പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് പഞ്ചായത്തിന് കഴിയാത്തൊരു സാഹചര്യമാണ്. പഞ്ചായത്ത് അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുമായി സ്ഥലം സന്ദർശിക്കുകയും ഇത് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 18 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ തുക പഞ്ചായത്തിന് വകയിരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് കലക്ടറുടെ അടുത്തേക്ക് ഈ വിഷയം എത്തിക്കുകയും ആണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാത കൂടിയാണിത്. ഇടിഞ്ഞു വീണ ഭാഗത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി ടാർവീപ്പകൾ മാത്രമാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ളത്. NCV ന്യൂസ്, തൃത്താല.